ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇവിടെ എല്ലാം ഭയങ്കര വയലായിരുന്നു കേട്ടോ. അവിടെ തെങ്ങിൻ്റെ അവിടെ എല്ലാം വയലായിരുന്നു. ഈ നിൽക്കുന്നതെല്ലാം വയലായിരുന്നു. അപ്പം ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ പശു കേട്ടോ, ഞങ്ങളുടെ പശു കേട്ടോ. അപ്പം ഞാൻ ടെക്സ്റ്റൊക്കെ ആയിട്ട് വന്നതാണ് ഇവിടെ ഇരുന്ന് പഠിക്കാനായിട്ട്. യെസ്. അപ്പം രാവിലെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് പശുവിനെ കെട്ടിയത്. രാവിലെ വന്നപ്പോൾ ഞാനൊരു സാധനം കണ്ടു, ഒരു സൂത്രം എന്നല്ല, ഒരു സംഭവം കണ്ടു. അപ്പം അത് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എൻ്റെ ഫോണില്ലായിരുന്നു. അപ്പം അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോണും എടുത്തിട്ട് വന്നു. അപ്പം ഈ ഏരിയ എല്ലാം വയലായിരുന്നു, നെല്ലിൻ്റെ വയൽ. ഇപ്പം കുറേ വർഷങ്ങളായി, 22 വർഷങ്ങളായി. അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ മരങ്ങളൊക്കെ വന്നു. കവുങ്ങിൻ്റെ കുറച്ച് ഏരിയ ആയിട്ട് അവിടെ ഉണ്ട്. ഇത് കുറേ കസ്തൂരി മഞ്ഞളാട്ടോ ഇവർ നട്ടിരിക്കുക. പിന്നെ ഇവിടെ എല്ലാം കണ്ടോ, പിന്നെ റബ്ബർ കയറി. റബ്ബർ ഇവിടെ വന്നതോടുകൂടി ഒരു ഏരിയ എല്ലാം ഈ വയൽ മാറി മാറി റബ്ബറായി. പിന്നെ ഇവിടെ എന്താ പറയാനുള്ളത്, ഇവിടെ എല്ലാം കപ്പ നടുവായിരുന്നേ. കപ്പ നട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ പന്നിയാണ്. അപ്പം നമുക്ക് അങ്ങനെ കപ്പയൊന്നും കിട്ടത്തില്ല. പണ്ട് പഞ്ചായത്തിൽ നിന്ന് കപ്പ നടുന്നവർക്കോ അങ്ങനെ എന്തോ ഒരു കൃഷിക്കായിട്ടുള്ള രീതിയിൽ ഈ ഷീറ്റില്ലേ, നല്ല തകര ഷീറ്റ്. അപ്പോൾ ഒരു കിളി പറന്നു പോയ കണ്ടോ, ആ സംഭവമാണ് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തകര ഷീറ്റ് കിട്ടുമായിരുന്നു. തകര ഷീറ്റ് കിട്ടുമ്പം ഈ വയലിന് ചുറ്റുമായിട്ട് തകര വെക്കും, എന്നിട്ട് അതിനുള്ളിൽ കൃഷി ചെയ്യും. പക്ഷെ തകരയൊക്കെ ഷീറ്റ് പോകുമ്പം പന്നി കയറി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല, ചീനിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ രാവിലെ മഞ്ഞൾ വിൽക്കാൻ വന്നപ്പം ഞാൻ ഇവിടുന്ന് കുറച്ച് സൈഡിൽ നിന്നൊക്കെ മഞ്ഞൾ മാന്താനായിട്ട് വന്നപ്പം കണ്ടതാണേ ഒരു കിളിക്കൂട്. കാണാൻ പറ്റുന്നുണ്ടോ? മോശമാണ് ഇങ്ങനെ ചെയ്യുന്നത്, കാരണം അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. പക്ഷെ കണ്ട 2 മുട്ടയുണ്ട്. ഭയങ്കര നമുക്ക് പോകാൻ വേണം. ഇപ്പം അതിനകത്ത് കിളി പറന്ന് പോയതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് കാണിക്കാനായിട്ട് വന്നത്. ബൈ ബൈ.